ഒന്നാമതായി നമ്മളിൽ ഉണ്ടാകേണ്ടത് അള്ളാഹുവിനോടുള്ള അടുപ്പം സദാ നിലനിർത്തുക എന്നുള്ളതാണ്. റബ്ബിനെ ആയിരിക്കണം നമ്മുടെ ഒരു കൂട്ടുകാരന്റെ സ്ഥാനത്ത് നമ്മൾ കാണേണ്ടത്. അവനെ അനുസരിച്ചുകൊണ്ട്, അവന്റെ കൽപ്പനകളെ ശിരസാ വഹിച്ചുകൊണ്ട്, അവനെ ഓർക്കേണ്ടിടത്തെല്ലാം സദാ ഓർത്തുകൊണ്ട്, അവനെ മറന്നുള്ള ഒരു ജീവിതമില്ലാതെ കൃത്യതയോടെ തഖ്വയുള്ള ഒരു ജീവിതം മനുഷ്യൻ ജീവിച്ചാൽ അവന്റെ മനസ്സിന് സമാധാനമുണ്ടാകും. അല്ലാഹു പറഞ്ഞ കാരണമാണത്. അലാ ബിദിക്രില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ്. അറിയണേ, ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കേണ്ട പ്രകാരം ഓർക്കൽ കൊണ്ട് മാത്രമാണ് ഹൃദയങ്ങൾ അടങ്ങുക, ശാന്തമാവുക എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എന്തെങ്കിലും മാനസികമായ സംഘർഷങ്ങൾ അവിടത്തേക്ക് വന്നാൽ അവിടുന്ന് പലപ്പോഴും മുഅദ്ദിനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയും, യാ ബിലാൽ, യാ ബിലാൽ അഖിമിസ്സലാ അരിഹ്നാ ബിഹാ. ബിലാലെ, ഇഖാമത്ത് വിളിക്ക്, നമസ്കാരം നിർവഹിക്കാം നമുക്ക്. അതുകൊണ്ട് ഞാനൊന്ന് ആശ്വാസമുള്ളവനായി തീരട്ടെ എന്ന്. മനസ്സിന് ആശ്വാസം ഉണ്ടാകുവാൻ ഉളുവെടുത്ത് നമസ്കരിക്കുക, റഹ്മാനായ റബ്ബിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിലൂടെ മാത്രമേ മനസ്സിന് സമാധാനം ഉണ്ടാവുകയുള്ളൂ. രണ്ടാമതായി നമ്മൾ ഓർക്കേണ്ടത്, റഹ്മാനായ റബ്ബ് നമുക്ക് തന്നത് പോരാ എന്നല്ലേ നമ്മുടെ മനസ്സിന്റെ എല്ലാ ആധികൾക്കും വ്യാധികൾക്കും കാരണമായി മാറുന്നത്. അതിനുള്ള മറുമരുന്ന് എന്താണ്? അള്ളാഹുവിന്റെ തീരുമാനത്തിൽ തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കണം. ഖദറിലുള്ള വിശ്വാസം എനിക്കുണ്ടെന്ന് ആറാമത്തെ കാര്യമായി ഞാൻ എണ്ണിയാൽ പോരാ, അതെന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. റഹ്മാനായ റബ്ബ് ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ അതിൽ ഞാൻ തൃപ്തിപ്പെടണം. ആപത്തുകളെ സംബന്ധിച്ച് മനക്ലേശങ്ങളൊക്കെ പിടികൂടുമ്പോ ആ ദുനിയാവിൽ എനിക്ക് നഷ്ടപ്പെട്ടത് ഓർത്തുകൊണ്ട് സങ്കടപ്പെട്ട് നിരാശയിൽ ഒരിക്കലും കഴിയരുത്. അത് വിശ്വാസിക്ക് ഭൂഷണമല്ലെന്നും അവിശ്വാസികളുടെ ലക്ഷണമായിട്ടാണ് അല്ലാഹു അത് ഖുർആനിൽ എണ്ണുന്നത്. ഏത്? അല്ലാഹു പറയുന്നുണ്ട്, അത്തരത്തിലുള്ള ആളുകൾക്ക് വല്ല ആപത്തുകളും തിന്മകളും ബാധിച്ചാൽ അവനതാ വല്ലാതെ നിരാശനാകുന്നു. അതേപോലെ തന്നെ അവന് അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് അവന് ആശയില്ലാതെ അവൻ എപ്പോഴും വല്ലാത്തൊരു മാനസികമായ അവസ്ഥയിൽ നീറിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്നു എന്ന്. ഇത് മുസ്ലിമിന്റെ ലക്ഷണമല്ല പറയുന്നത്. ഇത് അള്ളാഹുവിനെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കാത്ത നിഷേധികളുടെ സ്വഭാവമാണെന്നാണ് അള്ളാഹു പറയുന്നത്. വിശ്വാസികളുടെ ജീവിതത്തിൽ എപ്പോഴും അവന്റെ മനസ്സിനെ അവൻ പഠിപ്പിക്കേണ്ടതും ഉരുവിടേണ്ടതും ആവർത്തിച്ചാവർത്തിച്ച് തന്നെ പഠിപ്പിക്കേണ്ടതുമായ ഒരു വചനമുണ്ട്. ഏത് ഘട്ടത്തിലും എന്താപത്ത് ബാധിച്ചാലും, ഏത് ദുരിതത്തിലകപ്പെട്ടാലും, ഏത് വിധത്തിൽ പ്രയാസം ഉണ്ടായാലും തന്റെ മനസ്സിനെ അവൻ പഠിപ്പിച്ച് ആവർത്തിച്ച് തന്നോട് പറയേണ്ടത്, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. ലൻ യുസീബനാ, ഞങ്ങൾക്ക് ബാധിച്ചിട്ടില്ല, ഇനി ബാധിക്കുകയുമില്ല. ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു നമുക്ക് എന്താണോ തീരുമാനിച്ചിട്ടുള്ളത് അതേ നടക്കൂ, അതിലപ്പുറം ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിനെ കൃത്യമായി പഠിപ്പിക്കണം. മാത്രമല്ല, നമുക്ക് ബാധിച്ച ഒരു തിന്മയെ കുറിച്ച് നമ്മൾ വല്ലാതെ ബേജാറിലാകുമ്പോ നമ്മൾ ആലോചിക്കണം, അത് എന്റെ കൊച്ചു മനസ്സിലുള്ള ചിന്ത കൊണ്ടാണ് തനിക്കിപ്പോൾ ബാധിച്ച ഈ പ്രശ്നം വല്ലാത്തൊരു പ്രയാസമായി എനിക്ക് തോന്നുന്നത്. വരാൻ പോകുന്ന ഒരു ഭാവിയിൽ ഇതൊരു പക്ഷേ എനിക്ക് നന്മയായിട്ടായിരിക്കും ഭവിക്കുന്നത്. നിങ്ങൾ ചില കാര്യങ്ങളെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അത് പിടികൂടുമ്പോ വല്ലാതെ നിങ്ങൾ വിഷമിച്ച് അതിനോട് വെറുപ്പും നീരസവും ഒക്കെ കാണിക്കുന്നു. വാസ്തവത്തിൽ വഹുവ ഖൈറുൽ ലക്കും, അതായിരിക്കും ഭാവിയിൽ നിങ്ങൾക്ക് നന്മയായി ഭവിക്കാൻ പോകുന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മൂന്നാമതായി നമ്മൾ മനസ്സിനെ പഠിപ്പിക്കേണ്ടത് പോസിറ്റീവ് ചിന്തകൾ മാത്രമായിരിക്കണം നമ്മുടെ മനസ്സുകളിൽ നാം കൊണ്ടുവരേണ്ടത്. നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കണം. കാരണം എപ്പോഴും പിശാച് നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകളെ കൊണ്ടുവരികയുള്ളൂ. തന്റെ റബ്ബിനെ കുറിച്ച് എപ്പോഴും നല്ല വിചാരം, ഇതൊക്കെ മാറും, ഈ പ്രയാസങ്ങളൊക്കെ നീങ്ങും, ഒരു നല്ല ദിവസം എനിക്ക് വരും, എന്റെ മനസ്സ് ശാന്തമാകും, എന്റെ പ്രയാസങ്ങളിൽ നിന്ന് മുക്തമാകും എന്ന് റബ്ബിനെ കുറിച്ചുള്ള സദ്വിചാരം ഉണ്ടായിരിക്കണം. അന ഇൻദ ദന്നി അബ്ദീ ബി, എന്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത് അങ്ങനെയായിരിക്കും ഞാൻ അവനോട് ഇടപെടുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചതായി ഖുദ്സിയായ ഹദീസിലൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട്
അതുകൊണ്ട് നമുക്കൊക്കെ പല പ്രയാസങ്ങളും ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, ഇനി വരാൻ പോകുന്ന ഭാവി എന്തായിരിക്കും എന്ന് ആലോചിച്ചുകൊണ്ടാണ് പലരും വേവലാതിപ്പെടുന്നത്. എനിക്ക് വല്ല അസുഖം എന്റെ ശരീരത്തിൽ ഇപ്പൊന്നുമില്ല, ഇനി ഒരു അസുഖത്തിന് ഞാൻ അടിമയാകുമോ, അന്നെന്റെ അവസ്ഥ എന്താകും എന്ന് വരാൻ പോകുന്ന രോഗത്തെ കുറിച്ചാണ് ബേജാറാകുന്നത്. ദാരിദ്ര്യം പിടികൂടുമോ എന്നോർത്തുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ ആശങ്കയാകുന്നത്. അതൊക്കെ ശൈത്താന്റെ ദുർബോധനങ്ങളാണെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മാറ്റിവെക്കണം അത്തരം വസ്വാസകളെ. കാരണം റബ്ബ് നമ്മോട് പറഞ്ഞു, ശൈത്താനാണ് നിങ്ങളോട് ദാരിദ്ര്യത്തെ കുറിച്ചും വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ പേടിപ്പിക്കുന്നത്. അതിന് ശൈത്താനൊരു ലക്ഷ്യമുണ്ട്. അതെന്താണ്? കഴിഞ്ഞകാല ജീവിതത്തിന്റെ നഷ്ടങ്ങളെ നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കും. നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു കാരണമായി നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഗതകാല ജീവിതത്തിലെ നഷ്ടങ്ങൾ ഓർത്ത് ദുഃഖിക്കരുത്. കഴിഞ്ഞത് കഴിഞ്ഞു, നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടോ, പോയത് പോയി. അതോർത്തിങ്ങനെ ജീവിതത്തെ, നല്ല ഒരു ജീവിതത്തിന്റെ അവസ്ഥയെ ഒരിക്കലും നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കരുത്. അത് ശൈത്താനാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞകാല നഷ്ടങ്ങളെ ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമ്മെ കരയിപ്പിക്കുക, നമ്മുടെ മനസ്സിന് ക്ലേശമുണ്ടാക്കുക. അത് അവൻ ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സത്യവിശ്വാസികളുടെ മനസ്സിൽ സങ്കടമുണ്ടാക്കിയിട്ട് വരാൻ പോകുന്ന നല്ല ഒരു ജീവിതത്തിലെ സൽക്കാര്യങ്ങളിൽ നിന്ന് അവനെ ദുഃഖിപ്പിച്ച് തടയിടാനാണ് ചെകുത്താൻ ശ്രമിക്കുക. അതുകൊണ്ട് ഗതകാല നഷ്ടങ്ങൾ ഓർത്തുകൊണ്ട് ദുഃഖിക്കാൻ മനസ്സിനെ സമ്മതിക്കരുത്. അത് ചെകുത്താന്റെ വസ്വാസുകൾ മാത്രമായി അതിനെ അവഗണിക്കണം. അഞ്ചാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഘർഷം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? സമാധാനം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോഴാണ്. മറ്റുള്ളവരുമായി എന്റെ ജീവിതത്തെ ഞാൻ താരതമ്യപ്പെടുത്തുമ്പോഴാണ്. എന്താ അവന്റെ ജീവിതം, എന്താ അവന്റെ സാലറി, എന്താ അവന്റെ സൗകര്യം, എന്താ അവന്റെ ഒരവസ്ഥ, ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് താരതമ്യപ്പെടുത്തുകയല്ല വേണ്ടത്. അത് നിന്റെ മനസ്സിന് സമാധാനമല്ല ഉണ്ടാക്കുക. അത് നിന്റെ മനസ്സിനെ സംഘർഷമുള്ള മനസ്സാക്കി മാറ്റും. അത് നിന്റെ ജീവിതത്തിൽ നിനക്ക് വിരസത മാത്രമേ സമ്മാനിക്കുകയുള്ളൂ. അതുകൊണ്ട് തനിക്ക് കിട്ടിയതിൽ സംതൃപ്തനാകുവാനാണ് ശ്രമിക്കേണ്ടത്. അഞ്ചാമത്തെ മറുമരുന്ന് അതാണ്. തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ അസ്ലമ വറുസിഖ കഫാഫാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ എത്രയാണോ തനിക്ക് നൽകിയത്, അങ്ങനെ ഒരാൾക്ക് നൽകപ്പെട്ട ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ മുസ്ലിമായി ജീവിക്കുവാൻ സാധിക്കുക എന്നുള്ളത്, അല്ലാഹു അവനെ കൊടുത്തതിൽ അവൻ സംതൃപ്തനുമാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളാണ് മഹാഭാഗ്യവാന്മാരെന്ന്. എനിക്ക് എത്രയാണ് തരേണ്ടത് എന്ന് എനിക്കല്ല അറിയാം, എന്റെ റബ്ബിനാ തരിക. എന്റെ റബ്ബാണ് തീരുമാനിക്കുന്നത്. എനിക്ക് കിട്ടുന്നതാണോ ഹൈറ്, കിട്ടാത്തതാണോ ഹൈറ്, എനിക്കിപ്പോ ഇങ്ങനെ ഒരവസ്ഥയാണോ ഹൈറ്, അതോ മറ്റൊരവസ്ഥയാണോ ഹൈറ്, ഞാനല്ല എന്റെ കുഞ്ഞു ബുദ്ധി കൊണ്ട് തീരുമാനിച്ച് ഉറപ്പിച്ച് അതിന്റെ പേരിൽ ടെൻഷൻ ആവേണ്ടത്. മറിച്ച് അല്ലാഹു യഅലം വഅൻതും ലാ തഅലമൂൻ. അല്ലാഹു അത്രേ നിങ്ങളെ കുറിച്ച് നന്നായി അറിയുന്നവൻ. അല്ലാഹുവാണ് അറിവുള്ളവൻ. വഅൻതും ലാ തഅലമൂൻ, നിങ്ങളോ ഒരു വിവരവുമില്ലാത്തവരുമാണ്. അതുകൊണ്ട് കുഞ്ഞുബുദ്ധിയിലെ വരുന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ട് അങ്ങനെ മനസ്സ് ടെൻഷൻ ആവണ്ട. ഇപ്പറഞ്ഞ 5 കാര്യങ്ങളും ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചു നോക്കൂ. ടെൻഷൻ ഫ്രീ ആയ ഒരു മനസ്സിന്റെ ഉടമകളായി ജീവിക്കുന്ന കാലം ദാരിദ്ര്യത്തിലാണെങ്കിലും കഷ്ടപ്പാടിലാണെങ്കിലും എന്തിലാണെങ്കിലും സമാധാനത്തോടെ കഴിയാൻ നമുക്ക് സാധിക്കുമെന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. റഹ്മാനായ റബ്ബിന്റെ ഔഷധങ്ങൾ സേവിക്കുക, അതിലൂടെ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ.